തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഏകദേശം മാസങ്ങളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പണികളൊക്കെ പൂർത്തിയായി, NH-66 ഏകദേശം ഓപ്പണായി കാണുമെന്ന്. ഇപ്പോൾ മലബാർ റീജിയനൊക്കെ പലതും ഓപ്പൺ ആക്കാനുള്ള പരിപാടിയിലാണ്. പല റീച്ചുകളും 100% തീർന്നു. അപ്പം നമ്മൾ വിചാരിക്കും എന്തോ ട്രിവാൻഡ്രത്തും അങ്ങനെ കാണുന്നു. പക്ഷേ കൊല്ലത്തിൻ്റെ അവസ്ഥ വളരെ വിപരീതമാണ്. ഭയങ്കര സ്പീഡിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും. കൊട്ടിവായാലും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. ഒരു സൈഡിൽ വെറുതെ മണ്ണിങ്ങനെ ഇട്ട് വെറുതെ ആൾക്കാരെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിപാടി ഫ്രണ്ടിൽ. അത് ഒരു വണ്ടിയും ജസ്റ്റ് നിരപ്പാക്കുന്ന ചെറിയൊരു പരിപാടിയാണത്. അല്ലാതെ ഒരു പരിപാടിയും ശരിക്കും ട്രിവാൻഡ്രത്ത് നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാവുന്നുണ്ട് കാണുന്നത്. കാരണം 2 വർഷം മുന്നേ ഞാൻ പോകുമ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അന്ന് ഈ മണ്ണ് ഭയങ്കര കൂട്ടിയിട്ടിരിക്കുന്നു. ഇന്നത് ജസ്റ്റ് നിരപ്പാക്കാനുള്ള പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വലിയ പരിപാടിയാണ് തീരാറായെന്ന്. അല്ല, ശരിക്കും ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പം ഇത്രയും ഹൈറ്റിന് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന 2 സൈഡിലും കെട്ടിപ്പൊക്കി അതിനകത്ത് മണ്ണിട്ട് എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പരിപാടി ശരിക്കും നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ സത്യാവസ്ഥ കാണിച്ചു തരാം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം അവിടെ വെച്ച് ഈ പരിപാടിയേ തീരും, മണ്ണിടൽ. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മണ്ണിൻ്റെയൊക്കെ ലഭ്യതയുടെ കുറവാണെന്ന് പറയുന്നവർ ആ പാലോട് ഭാഗം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് നല്ല രീതിയിലാണ് മണ്ണെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെയെങ്ങും ഒന്നും നടന്നിട്ടില്ല. ഇവിടേക്ക് ഇനി 2 ഭാഗവും കെട്ടിപ്പൊക്കി മണ്ണിട്ട് ആ പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് വന്നാലല്ലേ ഇവിടെയൊക്കെ നടക്കത്തുള്ളൂ പരിപാടി. കണ്ടോ, കഴിഞ്ഞ ഒരു 2-2.5 വർഷമായിട്ട് ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മണ്ണില്ലാന്ന് തോന്നുന്നു. പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ മണ്ണിൻ്റെ ലഭ്യത ഭയങ്കര കുറവാണ്. അങ്ങ് മണ്ണ് കൊണ്ടുവന്ന് ചേർക്കുക അങ്ങനത്തെ പരിപാടിയില്ല. ഇവിടെയൊക്കെ ഗട്ടറുകൾ ഇത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 വർഷത്തിൽ പുറത്തായി. ആ ചുറ്റുമുള്ള ഈ പോച്ച ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ചില ഭാഗങ്ങൾക്ക് അത്യാവശ്യം നല്ല മരങ്ങൾ വരെ എത്തി. കാരണം എന്തെങ്കിലും പണി നടന്നാലല്ലേ അവിടെ ഈ കാടൊക്കെ മാറത്തുള്ളൂ. ഇതിപ്പം നോക്കിയാണ് നല്ല കാടാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പം മംഗലാപുരമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പം ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കണം എല്ലാ ഭാഗങ്ങളിലും. കാരണം പണിയേ നടക്കുന്നില്ല. ഇത് കണ്ടോ, ജസ്റ്റ് പില്ലറും അതിൻ്റെ മുകളിൽ ഗട്ടറിടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള പണിയും ശരിക്കും തിരുവനന്തപുരത്ത് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് മണ്ണിൻ്റെയൊക്കെ ലഭ്യതയും മറ്റ് സാധനങ്ങളുടെയൊക്കെ ലഭ്യത കുറവുണ്ടായിരിക്കണം ട്രിവാൻഡ്രത്ത്. അല്ലാതെ ഇങ്ങനെ മനഃപൂർവ്വം എന്തായാലും ട്രിവാൻഡ്രത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ചെയ്യത്തില്ലല്ലോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നിരന്നൊരു പ്ലേസാണ്. അപ്പം ഈ അണ്ടർപാസ് വരുന്നതിൻ്റെ കാര്യമായിട്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷനാണ് ഇവിടെ വേണ്ടത്. മറ്റു സ്ഥലങ്ങളിലെ കണക്കല്ല ശരിയും. ഇവിടെയൊന്നും ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ മുന്നേ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷമായി കാണും മിനിമം. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നതോറും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൊല്ലം റീച്ച് ഞാൻ സ്ഥിരം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് കൊല്ലത്തോട്ടുള്ളത്. അത് ഓരോ ദിവസം ചെല്ലുമ്പോൾ പുതിയ റൂട്ടിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര രീതിയിലാണ് അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റൊക്കെ. ഇത് കാണുമ്പോൾ അറിയാം ഇവിടെയെങ്കിലും ആരും വരാറുമില്ല, ഒന്നും ചെയ്യാറുമില്ല. വെറുതെ 1-2 വണ്ടി ഇട്ട് പണി നടക്കുന്നു എന്ന് ആരെ കാണിക്കാൻ വേണ്ടി ആ മണ്ണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നിരപ്പാക്കുന്ന കണക്ക്, ഇല്ലാത്ത മണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ നിരപ്പാക്കുന്ന കണക്ക് എന്തോ ചെയ്യുന്നു എന്നല്ലാതെ കാര്യമായിട്ടുള്ള പണി ശരിക്കും ഇവിടെ എങ്ങും നടക്കുന്നില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ആ സൈഡിൽ കെട്ടിയിരുന്നതും ആ മണ്ണൊക്കെ ഏകദേശം ഒരു 1-1.5 വർഷമായിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. അല്ലാതെ അതിനകത്ത് കുറേ പോച്ചലുണ്ട്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ മതി, പലതും കരിഞ്ഞും പോയിട്ടുണ്ട്. മണ്ണില്ലാത്ത ഇഷ്യൂ ആണ് ശരിക്കും തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഇത്ര രീതിയിൽ ഇതിങ്ങനെ താമസിച്ച് പോകുന്നെന്ന് തോന്നുന്നുണ്ട്. പല സമയത്തും നമുക്ക് ന്യൂസിലും ഇങ്ങനെ കേൾക്കാറുണ്ട് കല്ലിൻ്റെ ക്ഷാമം, മണ്ണിൻ്റെ ക്ഷാമം എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലും കാണാറുണ്ട്. ഈ സൈഡൊക്കെ നോക്കിയാൽ മതി, ഫുള്ള് പോച്ച പിടിച്ച് കിടക്കുകയാണ്. 2 സൈഡിലും നല്ല രീതിയിൽ പോച്ചയൊക്കെ പിടിച്ച് കിടക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയല്ല. ഇതൊക്കെ മറ്റേ 2 ഭാഗവും കെട്ടിപ്പൊക്കി വെക്കേണ്ട സമയം കഴിഞ്ഞു. ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ. ഒരു സൈഡ് നോക്കാൻ മനസ്സിലാവും. അതിൻ്റെ ഒരു ഇനിഷ്യലായിട്ടുള്ള കുറച്ച് പരിപാടി ചെയ്തു, പിന്നെ അത് നിർത്തി എന്തിനൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തുകൊണ്ട് അവർ ടാർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്.
ഇനി ഇന്നും മനസ്സിലാവാത്ത കാര്യമാണ് ഈ ഒരു സാധനം. ഇവർ റോഡിൻ്റെ സൈഡിൽ ഇവർക്ക് പണി ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റി നിർത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് കണ്ടോ, ഒരാവശ്യമില്ലാതെ ഇവിടെ ഒരു പില്ലർ കണക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു പണി തന്നിട്ടില്ല. ഏകദേശം 2-2.5 വർഷമായിട്ടുള്ള അവസ്ഥ ഇതാണ്. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും ഇത് തന്നെയാണ് ഫുള്ള് കാണുന്നത്. ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തിരുവനന്തപുരത്തിനെ ശരിക്കും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇത് മനഃപൂർവ്വം തിരുവനന്തപുരത്ത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? കാരണം തിരുവനന്തപുരത്ത് ഒരു മെട്രോ ഇല്ല, തിരുവനന്തപുരത്ത് ആവശ്യത്തിന് നല്ല റോഡ് സൗകര്യം ഇല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സൈഡിലൊക്കെ ഉണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ വർഷത്തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. അന്ന് കൂന കൂട്ടിയിട്ടേക്കുന്നു. ഇപ്പം 2-3 വണ്ടി വന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നു. പക്ഷേ ആ പോച്ച കാണാൻ മനസ്സിലാവും നിങ്ങൾക്ക്, ഇവിടെ ഏകദേശം വർഷങ്ങളായിരുന്നു പണി തുടങ്ങി. കാരണം ആരും ഇല്ല, ജസ്റ്റ് നോക്കിയാൽ മതി. മറ്റ് NHൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കൊല്ലത്ത്, ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നത് കൊല്ലമാണ്. ഇപ്പോൾ കൊല്ലത്ത് പോകുന്ന സമയത്ത് നമുക്കറിയാം, അവിടെയൊക്കെ എപ്പോഴും ആളും തിരക്കും ബഹളവും, ഹിന്ദിക്കാരും എല്ലാവരും അവിടെയൊക്കെ നിൽക്കുന്ന കാണാം. ഇവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യർ ആ പോച്ച വയ്ക്കുകയാണ്. 2 ഭാഗത്തും നല്ല രീതിയിൽ ആ പോച്ച വെച്ചെടുപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് മണ്ണിട്ട് പൊങ്ങേണ്ട സൈഡാണ്. ഈ റോഡിന് 2 ഭാഗത്തും വലിയ കുഴികളാണ് 2 സൈഡിൽ. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥലങ്ങൾ 2026 NH ഓപ്പണാക്കി കൊടുക്കുമ്പം തിരുവനന്തപുരം റീച്ച് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കും. കൊല്ലം തൊട്ട് അങ്ങോട്ട് സുഖമായിട്ട് ആൾക്കാർക്ക് പോയി വരാൻ പറ്റും. ഇതിപ്പം തുറന്നു കൊടുത്തിട്ട് ഏകദേശം 1 വർഷത്തിന് അടുത്തായിട്ടുണ്ട് ഈ ഒരു റീച്ച്. ഈ ഒരു സൈഡ് മാത്രം, അത് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്നവർ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നവർ ആ സർവീസോടുകൂടിയാണ് പോകുന്നത്. ഈ റോഡ് ഇവിടം വരെ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഒരുപാടുണ്ടെന്നില്ല. അവരന്ന് ചെയ്ത് തുടങ്ങി ആ ഒരു സ്പീഡ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ തീരുമെന്ന് വിചാരിച്ചതാണ്. ഏകദേശം ഇതിപ്പോൾ 2 വർഷം മുന്നേ ഇങ്ങനെയായിരുന്നു. ഞാൻ 2023 പോകുമ്പോഴും ഇത് ഉണ്ടായിരുന്നു. ഇതുവരെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായല്ലോ, ആസ് യൂഷ്വൽ അവസ്ഥ ഇതാണ്. ഒരു സൈഡിൽ കുറച്ച് മണ്ണുണ്ട്, അതിൽ നല്ല രീതിയിൽ പോച്ച കിളിച്ച് വന്ന് നല്ലോണം ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം മനസ്സിലാവുമല്ലോ, ഏകദേശം വർഷങ്ങളായി അവിടെ അതങ്ങനെ വെറുതെ കിടക്കുന്ന മണ്ണാണെന്ന്. ഈ 2 സൈഡിലുള്ള മണ്ണിലും തറയിലൊക്കെ ഉള്ള പോച്ച് മരങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നല്ലപോലെ മനസ്സിലാവും. ഞാൻ ഈ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് വെച്ചാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു മരം കിളിച്ച് ഇപ്പോൾ ഇതിനകത്ത്. അപ്പം ഏകദേശം ഒരു 1-2 വർഷം ആവാതെ അത്രയും ഒരു മരം കിളിച്ച് വലുതായി വരത്തില്ലല്ലോ അതിനകത്ത്. ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ആ കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ നടത്തിയ ആ പില്ലറിൻ്റെ പണിയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഗട്ടർ വെച്ച് അതിന് ശേഷം പിന്നെ അനങ്ങിയിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഇത് എന്തിനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഭാഗങ്ങളിൽ. കാരണം ഇനി ഈ ഭാഗം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ പണി നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പില്ലറിൻ്റെ അവിടെ കട്ടർ വെച്ച് അതിൻ്റെ മുകളിൽ വാർത്തിട്ട് അത് ഓപ്പൺ ആക്കി കൊടുത്താൽ മാത്രമേ ഇപ്പുറത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പോകുന്ന സൈഡിൽ അവർക്ക് ആ പില്ലറും മറ്റേ ഗട്ടറൊക്കെ വെച്ചിട്ട് അടുത്ത വഴി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഇനി എന്ന് നടക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു അവസ്ഥയാണ്, നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥ. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ കൊല്ലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഊഹം അനുസരിച്ചൊരു ഒക്ടോബർ സെപ്റ്റംബറൊക്കെ ആകുമ്പം ഏകദേശം ഒരു 90% പണി തീരും. ഇതേ സ്പീഡിൽ അവർ പോവുകയാണെങ്കിൽ. ഓൾമോസ്റ്റ് എല്ലായിടത്തും 2 ഭാഗത്തും കെട്ടി മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഏകദേശം. കൊട്ടിയം റീച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുമ്പോൾ മനസ്സിലാവും എന്ത് സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ സ്ഥലം എനിക്കൊന്നും പറയാനില്ല. ഈ പില്ലർ കഴിഞ്ഞ തവണ ഒരുവണ വരുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിക്കാൻ വന്ന സ്ഥലമാണ് എന്നെ. ഇവിടെ സത്യം പറഞ്ഞാൽ വലിയ കട്ടറും കുഴിയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പോൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അവർ. പക്ഷേ 2-2.5 വർഷമായിട്ട് ഇതാണ് അവസ്ഥ, ഒരു വ്യത്യാസവും ഇല്ല. ആദ്യം ഈ പണി തുടങ്ങുന്ന സമയത്ത് അവർ നല്ല സ്പീഡ് ചെയ്തു, അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ മരങ്ങൾ കണ്ടോ, ഏകദേശം ഒരു 1-2 വർഷമായിട്ട് അങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക്. പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ സ്ഥലത്ത് മാത്രം കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതും വ്യക്തമായിട്ട് അറിയത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. അതും ബൈപ്പാസ് വളരെ ചെറിയൊരു മേഖല മാത്രമാണ്. ആറ്റിങ്ങൽ തൊടാതെ നമുക്ക് ട്രിവാൻഡ്രത്ത് വരുന്ന ഒരു പുതിയൊരു റോഡാണ്. അപ്പം ആ സൈഡിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷേ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ വിവരം നമുക്കറിയാൻ പറ്റത്തില്ല. അത് നമ്മളാരും പോകാറില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ ചില യൂട്യൂബേഴ്സ് ചില വീഡിയോസ് ഇടാറുണ്ട് ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോഴും ഏകദേശം ഒരു അത്യാവശ്യം പണികളൊക്കെ ക്ലിയറായിട്ടുണ്ട്. അതായത് കണ്ടോ, 2 ഭാഗത്തുള്ള പോച്ചങ്ങൾ നോക്കിയാണ്. ചില സ്ഥലത്ത് മരങ്ങൾ വരെ കിളിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ടോ ഒരു മരം കിളിച്ച് വലുതായിട്ടുണ്ട്. ഏകദേശം ഒരു
1-2 വർഷത്തിൻ്റെ ഒരു കാലപ്പഴക്കം നമുക്ക് മനസ്സിലാവും. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ പോച്ച കിളിച്ച് ഭയങ്കരമായിട്ട് വലുതായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ 2 സൈഡിലും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് NH എന്ന് പറയുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 2027, 28 കാലം നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് എനിക്ക് നടക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ സാധനം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾ മനസ്സിലാവും പില്ലർ വെച്ചേക്കുന്നത് എങ്ങനെയാണ്. അടുത്തടുത്താണ് പില്ലർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും അടുത്ത് പില്ലർ വയ്ക്കുന്ന സമയത്ത് ആ റൂട്ട് തുറന്നു കൊടുത്താൽ മാത്രമേ ഇപ്പുറത്ത് ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും 2 സൈഡും തുടങ്ങി പണി തീർന്ന്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഞാൻ പൊക്കി പറയല്ല. ഈ പാരിപ്പള്ളി ജംഗ്ഷനിൽ ഒരു മാസത്തിനിടെ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് പില്ലർ ഫുൾ അവർ തീർത്ത് അതിൻ്റെ മുകളിൽ ഗട്ടർ വെച്ച് വാർത്ത്. അടുത്ത മാസം ഞാൻ ആ സമയത്ത് ഞാൻ കൊല്ലത്ത് വേറെ ആവശ്യത്തിന് വേണ്ടി പോയിക്കോ. പിന്നെ ഒരു 2 മാസത്തേക്ക് കൊല്ലത്തേക്കാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊല്ലത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ 1 മാസമായി ഞാൻ പോയിട്ട്. ഞാൻ ഇപ്പോൾ തിരിച്ച് ആ വഴി പോകുന്ന സമയത്ത് ആ 2ാമത്തെ സൈഡും അവർ പില്ലറിട്ട് ഗട്ടറിട്ട് വാർത്ത് കഴിഞ്ഞ് ഇപ്പം അതിന് ഇപ്പുറത്തുള്ള മണ്ണ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് 2 ഭാഗത്തുള്ള സൈഡിൽ. അപ്പോൾ അത്ര സ്പീഡിലാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എൻ്റെ വീഡിയോ. അപ്പോൾ മനസ്സിലാവും അത് എത്ര സ്പീഡിലാണ് കാര്യം നടക്കുകയെന്ന്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഡേ നൈറ്റിൽ അവിടെ വർക്കേഴ്സും ഉണ്ട്. അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് നൈറ്റിലും ഒരുപാട് വർക്കേഴ്സാണ്. ഡേയിൽ മറ്റ് ഈ മണ്ണടിക്കുന്നതും അങ്ങനത്തെ JCB പണി അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഏകദേശം ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും വെച്ചാൽ ഇതൊക്കെ ആ തുരുമ്പിച്ചിരിക്കുന്ന കാണാൻ തന്നെ മനസ്സിലാവും എത്ര വർഷത്തിൻ്റെ പഴക്കമാണ്. ഇതിനകത്തൊരു മരമുണ്ട്, ജസ്റ്റ് ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല. അകത്തൊരു മരം ഇപ്പോൾ ഇതിനകത്ത്. അതൊക്കെ ഏകദേശം ഒരു 1.5 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ആ ഇരുമ്പൊക്കെ ഫുള്ള് തുരുമ്പിച്ച് ഇനി തുരുമ്പിക്കാൻ ബാക്കിയില്ല. കണ്ടോ, വരുന്ന വഴി മൊത്തം മരങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഇത്രയും വളർന്നു വരുന്നു വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. യാതൊരു തരത്തിലുള്ള പണിയോ കാര്യങ്ങളോ ഇവിടെ നടക്കാറില്ല. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2 വർഷം മുമ്പ് 2024, 2023 നല്ല ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇനി എന്തെങ്കിലും കേസ് ആരെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ കരാറുകാരൻ കളഞ്ഞിട്ട് പോയോ എന്നും അറിയത്തില്ല. എന്തോ ശരിക്കും ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഒരു തരത്തിലുള്ള പണി നടക്കുന്നില്ല ഇവിടെ. പിന്നെ ഒരു കാര്യം സമാധാനിക്കാന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAയുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റാണ്. അപ്പം അവർ ഇതിൻ്റെ സമയത്തിനുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് എന്തായാലും കളഞ്ഞിട്ട് പോകുമെന്നുള്ള അങ്ങനെ പോകാൻ പറ്റത്തില്ല. അത് അവർക്ക് ഭാവിയിലും പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റാണ്. പിന്നെ അവർക്ക് ആ പ്രോജക്റ്റ് എടുക്കാനോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സ്ട്രിക്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇവിടെയൊക്കെ കാണുന്ന അവസ്ഥ ഇതാണ്. ഒരു തരത്തിലും പണി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ ഓവറാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണിയുടെ ഒരു 30-40% താഴെ വന്നിട്ടുള്ളൂ. 50% എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പില്ലർ മാത്രമേ വെച്ചിട്ടുള്ളൂ പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ വന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും അണ്ടർപാസ് ഫങ്ഷനിലല്ല. ഒരു സ്ഥലത്ത് പോലും മണ്ണ് പൊക്കുന്ന പരിപാടി ഒരു 50% അടുത്ത് പോലും എത്തിയിട്ടില്ല. പല സ്ഥലത്തും 10%. ഇവിടെയൊക്കെ 1% പോലും വന്നിട്ടില്ല. നോക്കിയാൽ മനസ്സിലാതാ. ഇവിടെ കണ്ടോ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ലെന്തിൽ അണ്ടർപാസ് ഉണ്ട്. പക്ഷേ ഈ 2 ഭാഗത്തും ഇനി പൊക്കിയിട്ട് മണ്ണ് ഇടുന്ന പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നു മണ്ണ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് പണി നടക്കാത്തതെന്നൊരു എനിക്കൊരു സംശയമുണ്ട്. കാരണം നല്ല രീതിയിൽ എല്ലാ ഭാഗം നോക്കിയാലും മതി, ബാക്കി പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. ഈ മണ്ണ് ഇടുന്നതിൻ്റെയും മണ്ണ് പൊക്കുന്നതിൻ്റെയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ കണ്ടോ സൈഡിൽ, ചെന്ന് ചോദിക്കാൻ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഒരു 1.5 വർഷം 2 വർഷത്തിൻ്റെയൊക്കെ പഴക്കമുള്ള മരങ്ങളാണ് അതൊക്കെ. അത് കാണാൻ മനസ്സിലാവും ഇവിടെ ഒരു പണി നടക്കുന്നില്ല എന്നുള്ള കാര്യം. ഈ കാണുന്ന മണ്ണിട്ടതും മറ്റേ സൈഡിട്ടതും ഒക്കെ വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇടയ്ക്ക് ഓരോ വണ്ടികൾ കൊണ്ടുവന്ന് നിരത്തും അതിൻ്റെ മുകളിലിട്ട്, എന്തെന്ന് അറിയത്തില്ല. അല്ലാതെ വേറെ ഇത് കണ്ടോ, ഈ റോഡിൻ്റെ താഴെ ഭാഗത്ത് എന്ന് വെച്ചാൽ വലിയ കുഴിയാണ്. അവിടെയൊക്കെ മണ്ണിട്ട് നികത്തേണ്ട സമയം കഴിഞ്ഞു. മണ്ണില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. ഇടയ്ക്ക് പത്രത്തിലൊരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം ഈ മണ്ണിൻ്റെ ലഭ്യതക്കുറവ്, കല്ലിൻ്റെ ലഭ്യത കുറവെന്ന രീതിയിലൊരു വാർത്ത, ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ
ഇത്രയ്ക്ക് ശോകമാണെന്നുള്ള കാര്യം മനസ്സിലായില്ല. ബാക്കി എല്ലാ റേറ്റും ഈ മലബാർ റീജിയനൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പലതും തുറന്നു കൊടുക്കുക, 90% ഒക്കെ പുറത്ത് പരിപാടികൾ കഴിഞ്ഞു. ഈ അപ്പം 2026 NH ഓപ്പൺ ആക്കുന്ന സമയത്ത് ട്രിവാൻഡ്രക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ ഒക്കത്തുള്ളൂ ശരിക്കും. ഇതൊന്നും 26 തുറക്കത്തില്ല, 27 28 ആവും ഇതേ റൂട്ടിൽ ഇതേ ഒരു സ്പീഡിലാണ് പണി പോകുന്നതെങ്കിൽ. ഒരുപാട് പണി ബാക്കി കിടക്കുന്നതിനകത്ത്, ഒരുപാട് എന്നുവെച്ചാൽ തുടങ്ങാൻ തന്നെ എനിക്കൊന്നു ഇപ്പം തുടങ്ങിയാൽ തന്നെ 2 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 3 വർഷത്തിൻ്റെ ഒരു പരിപാടി കിടപ്പുണ്ട് ചെയ്യാൻ. അതുമല്ല ഈ സീസണാണ് ഇപ്പം, ഇനി അങ്ങോട്ടൊരു മഴയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ പണികൾ ഭയങ്കര കുറവായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡേ നൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാവുമല്ലോ, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇതിനകത്ത് കാണത്തില്ല ചെയ്യുന്നതിന്. പത്രത്തിൽ ഇടയ്ക്ക് 2-3 മാസം മുന്നേ വന്നൊരു ന്യൂസായിരുന്നു, ഇങ്ങനെ ലഭ്യതയില്ല. മേ ബി അതായിരിക്കാം, അത്രേ പറയാനുള്ളൂ. ഫുള്ള് ഈ ലെന്ത് നമ്മൾ പോകുന്ന വഴിയിൽ എങ്ങും പരിപാടികൾ കറക്റ്റായിട്ട് പോകുന്നില്ല. ഇവിടെയൊക്കെ ഒരുപാട് മണ്ണിടിച്ചിട്ടുണ്ട്. ഈ മണ്ണൊക്കെ ഇവിടെ കൊണ്ടുപോയെന്ന് മനസ്സിലാകത്തില്ല. കൊല്ലത്ത് കൊണ്ടുപോയാന്ന് തോന്നുന്നു. കൊല്ലത്ത് കറക്റ്റ് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ മണ്ണ് പൊക്കി അവർ പരിപാടി ഏകദേശം പൂർത്തിയാക്കാറായി. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ മണ്ണ് പോയിട്ടുണ്ട്. ആ മണ്ണ് എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വരുന്ന വഴിയിലെങ്ങും മണ്ണിട്ടതായിട്ടൊരു ഇത്രയും മണ്ണുണ്ടെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു സൈഡൊക്കെ നിറയ്ക്കാവുന്ന മണ്ണുണ്ടായിരുന്നു. അത് കാണുന്നില്ല എവിടെ കൊണ്ടുപോയെന്ന്. മിക്കവാറും അപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, കൊല്ലം റീജിയനിലോട്ട്. ഇതൊക്കെ 1-2 വർഷം മുന്നേ അങ്ങനെ ഒരൊറ്റ വണ്ടി ഇല്ലല്ലോ ഇവിടെ എങ്ങും. ടോറസ് ലോറിയോ ഒന്നുമില്ല. ഏത് കമ്പനിയാണ് നടത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കൊല്ലത്തൊക്കെ ശിവാലയ കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ അത് കാണുന്നത്. എക്സാക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അവിടുത്തെ ജോലികളും കാര്യങ്ങളും. ഇത് ഇവിടത്തേക്ക് അവസ്ഥ നോക്കിയാണ്. ഇതൊക്കെ ഒരു കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ ഞാൻ വരുമ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഇവിടുത്തെ. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓപ്പൺ ആവും. NH 66 എന്ന് പറയുന്നത് കൊല്ലം തൊട്ട് തുടങ്ങുന്നതായിട്ട് വരുമെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ പണി കിടക്കുകയാണെന്നല്ലേ. അല്ല, ഇതും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഒരു 10-15 ലോഡ് മണ്ണ് ഇട്ടിട്ട് സൈഡ് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ അവിടെ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ പില്ലേഴ്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഈ 2 സൈഡ് വാൾ കെട്ടാതെ അണ്ടർപാസിൻ്റെ പരിപാടി ഏകദേശം പൂർത്തിയായി ഇവിടെയും. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡും കെട്ടി പൊക്കി മണ്ണിടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഒരൊറ്റ വണ്ടിയും ഇല്ല, ഇതിൻ്റെ ടോറസ് വണ്ടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി JCBയോ ആൾക്കാരോ ഒന്നുമില്ല ഈ ഭാഗത്തെങ്ങും. എനിക്കൊന്ന് പണി ടോട്ടലായിട്ട് എന്തോ പ്രശ്നമായിട്ട് നിർത്തി വെച്ചേക്കോ, എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ 2 സൈഡിലുള്ള പോച്ച നോക്കിയാൽ മതി. കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇത്രയും പോച്ച വരുമോ? ഇതിൽ ഇത്ര പോച്ച വരണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ ട്രിവാൻഡ്രം റീജിയനകത്ത്. ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് എപ്പോഴും പോകേണ്ടത് ട്രിവാൻഡ്രത്തേക്കാണ്. ഇതൊക്കെ കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു റോഡ് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. കാരണം താഴത്തെ ഭാഗത്ത് മണ്ണ് അങ്ങനെ എന്തോ സംഭവമുണ്ട് ഈ ഭാഗങ്ങളിൽ. റോഡ് കുറച്ച് താഴും ഈ ഭാഗങ്ങളിൽ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പരിപാടികൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീതിയുണ്ട്. പക്ഷേ എഗെയിൻ പ്രശ്നമെന്ന് പറയുന്നത് റിയാലിറ്റിയിൽ ഇതൊന്നും ഇല്ല എന്നാണ്. ഞാൻ കാണിച്ചു തരാം അതിന് ഉദാഹരണം. പക്ഷേ താഴോട്ട് പോകുമ്പോൾ ഒരു കാര്യമുണ്ട്.
ഈ സൈഡിലുള്ള ഈ മണ്ണിട്ടേക്കുന്നതൊക്കെ പണ്ടേ മണ്ണിട്ടതാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി വന്നിട്ട് നിരപ്പാക്കി വിടുന്നതാണത്. എന്തിനാണ് നിരപ്പാക്കി വിടുന്നതെന്ന് അറിയത്തില്ല. ഇനി പണി നടക്കുന്നുണ്ടോ എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള അടവാണോന്നും അറിയത്തില്ല. അങ്ങനെയുണ്ടല്ലോ ചില വിദ്വാൻമാർ. ഇപ്പം താഴോട്ട് കാണിച്ചു തരാം. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാവും. കണ്ടോ, ഈ സൈഡിൽ ഇതാ അപ്പുറത്ത് നിരപ്പാക്കി ഇട്ടേക്കുന്നത് ഏകദേശം ഒരു 2-2.5 വർഷമായിട്ട് നടന്ന കാര്യമാണ്. ആണ്ടാ ആ മണ്ണിൻ്റെ കൂനയായാലും ഇത്രയായാലും ഇവിടം വരെ ഉള്ളൂ. ഇതിപ്പം ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് ചേരുന്നത് ആ ഭാഗത്താണ്. ഇത് ഇനി അങ്ങോട്ടുള്ളത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഭാഗത്ത് NH പരിപാടി ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ NH ടച്ച് ചെയ്യാതെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ അത് അനുഗ്രഹവും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമാണ്, വേറെ കാര്യം പറഞ്ഞാൽ അതൊരു അടിയും കൂടെയാണ് ആറ്റിങ്ങൽ സംബന്ധിച്ചോളം. ആറ്റിങ്ങൽ സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ വന്ന് ഒരു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും KSRTCയും പിന്നെ ഒരുപാട് റോഡുകൾ വന്ന് ചേരുന്ന ഒരു മേഖലയും കൂടെയാണ്. അപ്പോൾ ആൾറെഡി അത് വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ NH പരിപാടി വരുന്ന സമയത്ത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് ഒരു ദിവസം അവർ പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യാം, വേറെ റൂട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നത്. സോ ഇതൊക്കെ ആറ്റിങ്ങൽ പാർട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെ NH ടച്ചേ ചെയ്യുന്നില്ല. അപ്പോൾ ഭാവിയിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരൊറ്റ വണ്ടിയും ഇതുവഴി പോകത്തില്ല. ട്രിവാൻഡ്രത്തേക്കോ NH പോകുന്ന വണ്ടികളെല്ലാം മറ്റേ സൈഡിലൂടെ പോകും, ബൈപ്പാസിലൂടെ പോകും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കൺജഷൻ ഇല്ലാതെ ആൾക്കാർക്ക് പോകാം. പിന്നെ മെയിനായിട്ട് ഇത് ബാധിക്കാൻ പോകുന്നത് ബിസിനസ്സുകാരെയായിരിക്കും. കാരണം ആറ്റിങ്ങലൊരു ഭയങ്കര രീതിയിലുള്ള ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ വളർച്ച നല്ല രീതിയിലൊരു അടിയായിരിക്കും അത്. ആറ്റിങ്ങൽ വരുന്നവർക്കറിയാം, ഈ 2 ഭാഗം നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ബിസിനസ്സാണ്, ഇഷ്ടം പോലെ. പക്ഷേ NH66 വരുന്നതോടുകൂടി ആ ബിസിനസ് നല്ല രീതിയിൽ അത് ബാധിക്കും. നല്ല രീതിയിൽ ബാധിക്കും. കാരണം എല്ലാ വണ്ടികളും ഇപ്പം KSRTC ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാം വരുന്നത് ഇവിടെയാണ്. ഇനിയിപ്പം KSRTCയും ഈ വലിയ വണ്ടികളൊന്നും ഇതുവഴി വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് NH മറ്റേ ബൈപ്പാസ് വഴിയും കയറി പോയാൽ മതി. മെയിനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഇനി NH ഇല്ലാതെ വരുന്ന സമയത്ത് ഈ ലോങ് റൂട്ട് അടിക്കുന്ന ആൾക്കാരൊന്നും വരത്തില്ല. അപ്പം അവരെ നല്ല രീതിയിൽ ബാധിക്കും അത്. ആറ്റിങ്ങലിൽ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് NH66 പരിപാടി ശ്രമിച്ചതാണ് ആദ്യം. അന്ന് അവിടുത്തെ ജനപ്രതിനിധിയും എല്ലാവരും കൂടെ ചേർന്ന് അത് വേണ്ടാന്ന് വെപ്പിച്ചതാണ്. കാരണം അത് സ്ഥലം ഏറ്റെടുക്കാൻ ആൾക്കാർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു സ്ഥലം കൊടുക്കാൻ. അത് എത്ര ക്യാഷ് കൊടുത്താലും അവർ കൊടുക്കത്തില്ല എന്നൊരു തരത്തിലായിരുന്നു. കാരണം അതിൻ്റെ 10 ഇരട്ടി അവർക്ക് ബിസിനസ്സിലൂടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും സമ്മതിച്ചില്ല അവർ. പകരം ബൈപ്പാസിലേക്ക് അത് മാറി. ഇതെല്ലാം ആറ്റിങ്ങലാണ് ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളും. എനിക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ ഞാൻ നിൽക്കുന്ന ചുറ്റുപാട് നോക്കുന്ന സമയങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കല്ലമ്പലം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വികസനം നടക്കുന്ന സ്ഥലങ്ങൾ ആറ്റിങ്ങലാണ്. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട്. ഇതെല്ലാം ആറ്റിങ്ങലിൻ്റെ പാർട്ടാണ്. ഇവിടെ അത്യാവശ്യം 4-6 വരിക്ക് ആക്കാനുള്ള സ്ഥലമുണ്ട് ശരിക്കും പറഞ്ഞാൽ. പല സ്ഥലങ്ങളിലും ഒക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ 4 വരി ആക്കി കഴിഞ്ഞാൽ തന്നെ ഒരു കൺജഷൻ അങ്ങ് കുറയും ശരിക്കും. ഇവിടെ കണ്ടോ, ശരിക്കും സ്ഥലം എടുത്തിട്ടുണ്ട് അവർ 6 വരി ആക്കാനുള്ളത്. പക്ഷേ ആറ്റിങ്ങൽ കുറച്ചുകൂടെ അങ്ങോട്ട് നമ്മൾ അകത്തോട്ട് കയറുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ സ്ഥലമില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഇതിനെ ബൈപ്പാസിലേക്ക് മാറ്റാൻ. അല്ലാണ്ട് ഈ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ സ്ഥലമുണ്ട് 2 ഭാഗത്തും. ഉള്ള സ്ഥലങ്ങൾ കുറച്ചും കൂടെ വീതി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് യാത്രക്കാർക്കും എല്ലാവർക്കും സുഖമായിരിക്കും. ഈ ഇറക്കം ഇറങ്ങി
കയറുന്ന സ്ഥലമാണ് ശരിക്കും ഈ ബൈപ്പാസിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും മറ്റ് NHൻ്റെ പരിപാടികൾ തീരുന്ന സമയത്തും ട്രിവാൻഡ്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കൊല്ലമൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ വർഷത്തിനുള്ളിൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഒരു ടോളിൻ്റെ ഒരു ഗേറ്റ് വരെ അവർ നിർമ്മിച്ചു തുടങ്ങി. ഏകദേശം അതൊരു 60-70% പൂർത്തിയായി. ഇവിടെ എങ്ങും അതിൻ്റെ യാതൊരു ലക്ഷണം പോലും ഇല്ല. ഇനി ഈ കയറ്റം ഒന്ന് കയറി കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ബൈപ്പാസിൻ്റെ വരുന്നത്, എൻട്രി പോയിൻ്റായിട്ട് വരുന്നത്. കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KSRTCയും പിന്നെ കുറേ പ്രൈവറ്റ് ബസ്സുകളാണ്. നമ്മളിപ്പോൾ മര്യാദ ഇങ്ങനെ പോകുന്ന ഒരു റൂട്ടിലേക്ക് അവർ വരുന്ന സമയത്ത് നോക്കിയാൽ മതി, നമ്മുടെ സൈഡിൽ കൂടെ കയറി വരും. നമ്മൾ പിന്നെ വല്ല ഈ മറ്റേ ലെഫ്റ്റ് സൈഡിലോട്ട് മാക്സിമം ഒതുക്കേണ്ടി വരും. ഇതിപ്പോൾ കല്ലമ്പലം എത്തി. കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ പറ്റും അതിൻ്റെ. ഇവിടെയൊന്നും NHൻ്റെ പരിപാടി ഇല്ല, ബൈപ്പാസ് ചെയ്ത് പോവുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് പെട്ടെന്ന് റോഡിൻ്റെ പണി പിന്നെ സ്റ്റാർട്ട് ചെയ്യും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഈ ഭാഗത്താണ് ശരിക്കും കാണിക്കാൻ പറ്റിയില്ല, ഈ ഭാഗത്താണ് ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ എൻട്രി പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗം നോക്കിയാൽ മതി. ഇപ്പം അടുത്ത പണിയുടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ നേരെ ചെല്ലുന്ന കല്ലമ്പലം ജംഗ്ഷനിലോട്ടാണ്. അവിടെയും പണി ഭയങ്കര ഇഴഞ്ഞു പോവുകയാണ്. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു വികസനം ഇല്ലാത്തൊരു സ്ഥലമാണ് NHൽ കല്ലമ്പലം എന്ന് പറയുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഇടുന്നെങ്കിലും പറയാം, ഈ റീച്ചിൽ ഒരു തരത്തിലുള്ള വികസനമോ കാര്യങ്ങളോ നടക്കുന്നില്ല. ഈ ചുറ്റുമുള്ള ഈ മണ്ണ് നോക്കിയാൽ മതി, മണ്ണിനകത്തുള്ള ഒച്ച നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഈ പാർട്ടിൽ. പിന്നെ ഈ മണ്ണ് അനക്കിയിടുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇനിയും കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് മണ്ണിടാറുണ്ട്. അതൊന്നും അവർ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇഷ്ടംപോലെ മണ്ണെടുക്കാനുള്ള സ്ഥലമുണ്ട്. അതാണ് ചെറിയ ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്, എടുത്തുകൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ അവർക്ക്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇവിടെ കണ്ടോ, കുറച്ചും കൂടെ സൈഡെന്ന് പറയുന്നത് റൈറ്റ് സൈഡ് താന്ന് കിടക്കുകയാണ്. അവിടെ ഇനിയും മണ്ണുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും മനസ്സിലാവും, അവിടെയും മണ്ണിട്ട് നല്ല രീതിയിൽ പൊക്കാനുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ കല്ലമ്പലം ഭാഗത്ത് ആ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ടോ, അത് ഇതിൻ്റെ കോമ്പൻസേഷൻ കിട്ടിയ സമയത്ത് അവർ ചെയ്തതാണ് പൊളിച്ചതിന് ശേഷം. അതവിടെ പരിപാടി പൂർത്തിയായി, ആൾക്കാരവിടെ കച്ചവടം തുടങ്ങി. എന്നിട്ടും NHൻ്റെ പരിപാടി എങ്ങും എത്തിയിട്ടില്ല. അതാ ഇവിടെയൊക്കെ സത്യം പറഞ്ഞൊരു അണ്ടർപാസ് ഉണ്ട്. അപ്പം അതിൻ്റെ പരിപാടിയായിട്ട് ഒരു സൈഡിൽ മാത്രം എന്തോ പില്ലർ വന്നിട്ടുള്ളൂ. അതും പില്ലർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. 1-2 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് വേറെ ഒരു പരിപാടിയും മുന്നോട്ട് വന്നിട്ടില്ല. പില്ലറിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ട്രിവാൻഡ്രം മുതൽ ഏകദേശം കല്ലമ്പലം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടി പോലും അണ്ടർപാസ് ഈ 2 വാള് നല്ല രീതിയിൽ കെട്ടി മണ്ണ് നിറച്ച് അത് ടാറിട്ട ഒരു സൈഡും ഇല്ല. ചില സ്ഥലങ്ങളിൽ അണ്ടർപാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലത്ത് പില്ലർ മാത്രം ഇട്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് ഗട്ടർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഗട്ടറൊന്നും ഈ സൈഡിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഗട്ടർ വേറെ നിർമ്മിച്ചിട്ടേ ഇത് ഇവിടെയും ചെയ്യാൻ പറ്റുന്നുള്ളൂ തോന്നുന്നുണ്ട്. സോ ഇതാണ്
ഏകദേശം ട്രിവാൻഡ്രം റീച്ച് NH-66 അപ്ഡേറ്റ് മാർച്ച് 7 ഞാൻ പോയപ്പം കണ്ട കാര്യമാണ്. അപ്പോൾ ഇതേ റൂട്ടിൽ ഇതേ ഒരു സ്പീഡിലാണ് ഇവർ കൺസ്ട്രക്ഷൻ നടക്കുന്നതെങ്കിൽ 2026 തീരത്തില്ല. 2027, 28 ആകുമ്പോഴേ തീരത്തുള്ളൂ. തിരുവനന്തപുരം മെട്രോ പോലെ തന്നെ ട്രിവാൻഡ്രക്കാരെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ എന്നും അകലെയാണ്. വോട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണം. അതാണ് ശരിക്കും പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും എഡ്യൂക്കേറ്റഡായ ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല ആൾക്കാർക്ക് വോട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ടാകും. ഇത് കണ്ടോ കല്ലമ്പലം, ഏകദേശം ഒരു 2-2.5 വർഷമായിട്ട് യാതൊരു മാറ്റവും. അതായത് നോക്കിയാൽ മതി, ഈ മണ്ണിട്ടതും ഈ റൂട്ട് വന്നതും ഇവിടെ ഈ കാണുന്നുണ്ടോ, ഇതെല്ലാം 1-2 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. യാതൊരു തരത്തിലും വേറെ വികസനം നടന്നിട്ടില്ല. അന്നൊക്കെ ഞാൻ വിചാരിച്ച സർവീസ് റോഡും എല്ലാ കാര്യങ്ങളും കെട്ടി വരുമ്പോൾ ആ സ്പീഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഏകദേശം എനിക്കൊന്ന് കൊല്ലത്തെക്കാലം മുന്നേ ഈ പരിപാടി തീർന്നത് ഇവിടെയായിരുന്നു. കൊല്ലമൊക്കെ ഈ ഇടയ്ക്കാണ്, കഴിഞ്ഞ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഫുള്ള് ഒരു സ്ട്രെച്ചിൽ അവരുടെ കൺസ്ട്രക്ഷൻ പോയത്. ഇപ്പം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ടോട്ടലി പണി നിർത്തി വെച്ച അവസ്ഥയാണ്. NH-ന് പണിയില്ല ട്രിവാൻഡ്രത്ത്. ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ. ശരിക്കും കൊല്ലത്ത് പണി നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്കാണ് കൊല്ലത്ത് ഈ പാരിപ്പള്ളിയിൽ വരെ പില്ലർ വെച്ചിട്ട് അത് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഏകദേശം ഒരു 60-70% അതിൻ്റെ പണി പൂർത്തിയായി. ഇപ്പം ആ സമയത്തൊക്കെ ഈ കല്ലമ്പലം നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇങ്ങനെയാണ്. ഇവിടെയാണ് ശരിക്കും ആദ്യം പറഞ്ഞ ഈ അണ്ടർപാസിൻ്റെ പരിപാടി ഇത്ര എത്തിയത്. ഇത് കണ്ടിട്ടാണ് പിന്നെ അപ്പം ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് പാരിപ്പള്ളി കൊട്ടിയ ഭാഗത്ത് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ പണി ഏകദേശം അവസാനം എത്തിയ സമയത്ത് ആമയും മുയലും ഓടിയ സമയത്ത് ആമ ഇരിക്കുകയും മുയലിരിക്കുകയും ആമ നടന്ന് കയറി കണക്കാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം ഏറ്റവും നല്ല രീതിയിൽ പണി നടന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ കൊല്ലം കയറി പിടിച്ചു. ഇപ്പം കൊല്ലം സ്റ്റേഷൻ പണി തീരാറായി. ഇതാണ് അടുത്ത കണ്ടോ, നാവായിക്കുളത്തിൻ്റെ ആ ഒരു ഭാഗമാണിത്. അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഇരിക്കട്ടെ, ഒരു മെമ്മറി എന്ന രീതിയിൽ. വല്ലാത്തൊരവസ്ഥയാണ് ട്രിവാൻഡ്രത്ത്. യാതൊരു വിധത്തിലുള്ള